ചങ്കുകളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അതേ നമ്മുടെ ഒരു റാഗ് ഡോൾ നമ്മൾ ട്രിം ചെയ്തിട്ടേന്ന് പഞ്ച് ഫേസാണ്. അവൾ 7-ാം മാസത്തിൽ നിന്ന് 8-ാം മാസത്തിലേക്ക് കടന്നു. ഹീറ്റായിട്ടോ മച്ചന്മാരെ. അപ്പോൾ ഇനി അവളെ ക്രോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവളെ ചെക്ക് ചെയ്യണം. മേല് മൊത്തം നല്ല ക്യൂട്ടായിരുന്നു അവൾ. പക്ഷേ നമുക്ക് ട്രിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷേ 1-2 പേരെ നമ്മൾ കണ്ട്, അതുകൊണ്ടാണ് ഞാൻ ട്രിം ചെയ്തത്. ചെയ്തില്ലെങ്കിലേ ജിങ്കിൻ ചാക്കടി ഈ പൂച്ച അതേപടി പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് നേരെ പേനും ചെള്ളും കയറി പിടിക്കും. അവിടെ നിന്ന് തുടങ്ങും അസുഖങ്ങൾ. പിന്നെ കുഞ്ഞുങ്ങളെ കിട്ടൂല. നമ്മൾ ഇത്രയും നാൾ വശത്തിയത് പാഴായി പോകും. കുഞ്ഞുങ്ങൾക്ക് വിലയും കിട്ടൂല. അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ പരാതി. സംഭവം നമ്മൾ നല്ല ക്യൂട്ടായിട്ട് അവളെ ട്രിം ചെയ്ത് ഭംഗി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. അതൊരു 4-5 മാസം ആകുമ്പോഴത്തേക്കും ഹെയറൊക്കെ വന്ന് നല്ല ക്യൂട്ടാവും. അപ്പോൾ തന്നെ നമ്മൾ ക്രോസ് ചെയ്ത് കുട്ടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ നമുക്ക് തിരിച്ച് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ 7-ാം മാസത്തിൽ നമ്മൾ ഹീറ്റ് ആകുമ്പോൾ തന്നെ അവളെ ട്രിം ചെയ്ത് നമ്മൾ എന്താ പറയുക, ഒരു ക്യാറ്റിന് നമ്മൾ ഹീറ്റ് ക്രോസ് ചെയ്യണതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക. നമ്മൾ ഹീറ്റ് ആകുമ്പോൾ നേരെ മെയിലെടുത്ത് കൊണ്ട് ഇട്ടിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ പേനുണ്ട്, പിന്നെ ഫംഗസ് ഉണ്ട്, എന്ത് ചെയ്യുന്നു പറഞ്ഞ് വിളിച്ചിട്ട് ഒരു കാര്യമില്ല മച്ചാന്മാരെ. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ഒരു 7-ാം മാസം ആകുമ്പോൾ നമ്മുടെ ക്യാറ്റിനെ നമ്മൾ സെറ്റാക്കുക. ഫംഗസ് അപ്പോൾ പേനൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ ജിങ്കിൻ ചാക്കടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട നല്ല കിടിലം പിള്ളേരെ അങ്ങനെ സെറ്റാക്കുക. അപ്പോൾ നല്ല കസ്റ്റമേഴ്സിനും കൊടുത്താൽ അവർ അത്യാവശ്യം നല്ല വിലയും കിട്ടും. നമ്മുടെ കിറ്റൻസ് പോണില്ല അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറയണ്ട നമുക്ക്. അപ്പോൾ നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ ക്യാറ്റുകളെയൊക്കെ ട്രീറ്റ് ചെയ്ത് ഒരു 7-ാം മാസം മുതൽ സെറ്റാക്കി ഒരു 1 ഇയർ ആകുമ്പോൾ ക്രോസ് ചെയ്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.